കളിക്കുന്ന കുട്ടികൾ, ചിരിക്കുന്ന കുട്ടികൾ. ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള രണ്ട് ഘടകങ്ങളാണ് കളിയും ചിരിയും. കുട്ടികൾ നല്ലപോലെ കളിക്കട്ടെ, കുട്ടികൾ നല്ലപോലെ ചിരിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. കുട്ടികളോട് സംസാരിക്കുമ്പോൾ, ചെറിയ കുട്ടികളോട് സംസാരിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഒരു 3 വയസ്സ് മുതൽ 2 വയസ്സ് മുതൽ മുകളിലോട്ട് ഒരു 12 വയസ്സിന് താഴെയുള്ള കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെയൊക്കെ സംസാരിക്കണം, അവരുടെ പെരുമാറ്റത്തിൽ എങ്ങനെയൊക്കെ നമ്മൾ ഉൾപ്പെടണം, അവരുടെ പെരുമാറ്റത്തെ എങ്ങനെയൊക്കെ മാറ്റാം, എങ്ങനെയൊക്കെ നമ്മൾ സമീപിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് നമ്മുടെ ഇടയിൽ. എല്ലാവരും, ഞാനൊരു കാരണവശാലും പറയുകയില്ല, എല്ലാ പാരൻസും അച്ഛനും അമ്മയും കുട്ടികൾ നന്നാവട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അവരെ വളർത്തുന്നത്. പല സാഹചര്യങ്ങളിലും പലപ്പോഴും പല പ്രശ്നങ്ങളും വന്നു ചേരാറുണ്ട്. അവ വന്നു ചേരാതിരിക്കാൻ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ മനഃശാസ്ത്രപരമായി കുട്ടികളുടെ ആത്മവിശ്വാസം എങ്ങനെ ഉയർത്താം, ഇവരോട് എങ്ങനെ പറഞ്ഞാലാണ് ഇവർക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാവുക, കൂടുതൽ ട്രാൻസിഷൻസ്, മാറ്റങ്ങൾ ഉണ്ടാവുക. മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുട്ടികൾ എന്ന് പറയുന്നത്, കുട്ടിത്തം എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെൻ്റൽ പീരീഡാണ്. ഈ ഡെവലപ്മെൻ്റൽ പീരീഡിൽ അവരുടെ ശരീരത്തിലും മനസ്സിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു പീരീഡാണ് ഈ പറയുന്ന ചൈൽഡിൻ്റെ പീരീഡ്. അതായത് ഏകദേശം 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള പീരീഡ്. അപ്പോൾ ഈ പീരീഡിൽ, ഈ സമയത്ത് പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് നിങ്ങൾക്കറിയാം വളരെ കൂടുതലാണ്. ടീച്ചേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൂടുതലാണ്. അതേപോലെ സൊസൈറ്റിയുടെ ഇൻവോൾവ്മെൻറ്റും കൂടുതലാണ്. കുട്ടികൾ TV കാണാറുണ്ട്, കുട്ടികൾ ഗെയിംസ് കളിക്കാറുണ്ട്, കുട്ടികൾ പുറത്തേക്ക് പോയി മറ്റു കുട്ടികളുടെ കൂടെ ഇടപഴകാറുണ്ട്, സ്കൂളിൽ ടീച്ചർമാരുടെ കൂടെ ഇടപഴകാറുണ്ട്, നമ്മുടെ വീട്ടിലുള്ള ആളുകളുമായിട്ടും ഇടപഴകാറുണ്ട്. എല്ലാ സ്ഥലത്തും ഇടപഴകാറുള്ളത് കൊണ്ട് ഈ കുട്ടികൾക്ക് സോഷ്യലായിട്ടുള്ള ഒരുപാട് അറിവുകൾ ഉണ്ടാകുന്നു. കുടുംബത്തിലെ വീട്ടിലെ അറിവുകൾ മാത്രമല്ല, സോഷ്യലായിട്ടുള്ള അറിവുകളും ഉണ്ടാകുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുട്ടികൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു പരിലാളന, അതിൻ്റെ കൂട്ടം തന്നെ കൃത്യമായ ഡെവലപ്മെൻ്റൽ ഗൈഡൻസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ടിപ്സ് തരാം. അത് നിങ്ങൾ തീർച്ചയായും കുട്ടികളോട് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് അതിൻ്റെ ഗുണം തീർച്ചയായും ലഭിക്കും. നമ്മളെല്ലാവരും കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. മോനെ അടിപൊളിയായി, നല്ല കാര്യമാണ് ചെയ്തത് എന്ന് നമ്മൾ പറയാറുണ്ട്. അതിലൊരു ചെറിയ തിരുത്തൽ വേണം. ഒരു കുട്ടി ഒരു നല്ല കാര്യം ചെയ്താൽ, മോനെ സൂപ്പർ, നീ പെർഫെക്റ്റ് ആണ്, നീ അത് ഭംഗിയായി ചെയ്തു എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾക്ക് അവരുടെ മനസ്സിൽ വരുന്നത് ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാൻ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നു എന്ന് മാത്രമല്ല, അച്ഛനും അമ്മയും അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ, ആ അപ്രീഷിയേഷൻ അച്ഛനും അമ്മയും തന്നില്ലെങ്കിൽ അവർക്ക് മാനസികമായ വിഷമം ഉണ്ടാവുക കൂടി ചെയ്യും. പിന്നീട് നമ്മളത് എപ്പോഴെങ്കിലും ചെയ്യാതെ പോകുമ്പോൾ അവർക്ക് മാനസികമായി വിഷമം ഉണ്ടാവും. അതുമാത്രമല്ല, അവർക്ക് താൻ പോരിമ, അതായത് കോൺഫിഡൻസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു തരം അഹങ്കാരം അവർക്ക് പിടിപെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പറയുന്നതിന് പകരം നമ്മൾ പറയേണ്ടത്, മോനെ നീ നന്നായി ചെയ്തു, കുറച്ചുകൂടി ഭംഗിയായി ചെയ്യാമായിരുന്നു. അതല്ലെങ്കിൽ ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ നീ നല്ലപോലെ അസിസ്റ്റ് ചെയ്തു, ആ അസിസ്റ്റൻസ് നീ ഭംഗിയായിട്ട് ചെയ്തു, നിനക്ക് മനസ്സിലായി, മറ്റുള്ളവരും കൂടി ഇതിൻ്റെ പാർട്ട്നേഴ്സാണ്, അതുകൊണ്ട് മറ്റുള്ളവരെയും ഇതിൽ ഉൾക്കൊണ്ട് കളിക്കാൻ നിനക്ക് പറ്റി, അതുകൊണ്ട് നീ നന്നായി ചെയ്തു എന്നൊരു ചെറിയ ഡൈവേർഷൻ, മറ്റുള്ളവരെയും അതിൽ ഉൾക്കൊള്ളിക്കുക, നമ്മളെയും അതിൽ ഉൾക്കൊള്ളിക്കുക, മറ്റുള്ളവരില്ലാതെ അവനില്ല എന്നുള്ള ഒരു ഘടകം ആ കുട്ടിക്ക് മനസ്സിലാക്കുവാൻ ഇത് സഹായിക്കും. നമ്മൾ കുട്ടികളോട് പറയാറുണ്ട്, പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. തീർച്ചയായും കൂടുതൽ കുട്ടികൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് നല്ലതാണ്. അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ അവരെ സഹായിക്കും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിലൊരു പിറ്റ്ഫോൾ ഉണ്ട്, മോശമായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. അവർ കൂടുതൽ പ്രഷറൈസ് ആവുന്നു, കൂടുതൽ ശ്രമിക്കുവാൻ അവർ പ്രഷറൈസ് ആവുന്നു. തോൽവി അവർക്ക് പേടിയാവുന്നു. വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം അവരുടെ മനസ്സിൽ കൂടുതലായി കാണപ്പെടുന്നു. പക്ഷേ അത് സംഭവിക്കരുത്. അതിന് പകരം ആ കുട്ടീനെ ഹാർഡ് വർക്ക് ചെയ്യുവാൻ പ്രേരിപ്പിക്കുക. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നല്ല, നീ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കൂ, സക്സസ് നിൻ്റെ കൂടെ വരും എന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണം. പറയുമ്പോൾ നമ്മൾ പറയേണ്ടത്, മോനെ യു ആർ ഡൂയിങ് വെൽ, നീ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കൂ, തീർച്ചയായും സക്സസ് നിൻ്റെ കൂടെ വരും എന്ന് പറയും. നിങ്ങളുടെ കുട്ടി ചെറുതായി വീണ് കയ്യോ കാലോ മുറിഞ്ഞു എന്ന് കരുതുക. ഉടനെ ആ കുട്ടിയുടെ അടുത്ത് പോയി ആ കുട്ടീനെ ഹഗ് ചെയ്ത്, മോനെ ഒരു കുഴപ്പമില്ല, യു ആർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചാൽ ആക്ച്വലി അവിടെ സംഭവിക്കുന്നത്, അവനൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നതിന് പകരം അവൻ്റെ വേദന അവിടെ ഉണ്ട് എന്നും
ആ വേദനയ്ക്ക് കൂടുതൽ ആക്കം തട്ടുകയും ഇമോഷണൽ അപ്രോച്ച് എപ്പോഴും ആ കുട്ടിക്ക് കൂടുതൽ ആക്കം തട്ടുകയാണ് ചെയ്യുക, വേദന കൂട്ടുകയാണ് ചെയ്യുക. അതുകൊണ്ട് മോനെ നീ പെർഫെക്റ്റ്, നിനക്ക് ഒന്നുമില്ല എന്ന് പറയുന്നതിന് പകരം അവൻ്റെ അടുത്ത് പോയി ആ മുറിവിനെക്കുറിച്ച് കൃത്യമായ ധാരണ ആ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുവാനാണ് ശ്രമിക്കേണ്ടത്. മോനെ ഈ മുറിവ് ഇത്രയും നീളമുണ്ട് അല്ലെങ്കിൽ ഇത്രയും ആഴമുണ്ട്, ഇതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിനക്ക് ഓയിൻമെൻറ്റ് വെച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ അതിന് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഓയിൻമെൻറ്റ് വെച്ച് അതിനെ ബാൻഡേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മാറും എന്ന് പറയുമ്പോൾ അവന് ഈ പ്രക്രിയയിൽ അവൻ ആകൃഷ്ടനാവുമ്പോൾ അവൻ്റെ വേദന അവൻ മറക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ കൃത്യമായി എന്ത് ചെയ്യണം എന്ന് അവന് മനസ്സിലാവുകയും ചെയ്യുന്നു. ഓരോ കാര്യങ്ങളും കുട്ടികളോട് പറയുമ്പോൾ, ഹോംവർക്കിൻ്റെ കാര്യമാണെങ്കിലും സമയം ഇല്ല, വേഗം സ്കൂളിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ വേഗം വാ, വേഗം പുറപ്പെട്, സമയമായി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ഒരു ശീലമാണ്. അങ്ങനെ ഒരു കാരണവശാലും പറയരുത്. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത്, മോനെ നിനക്ക് സ്കൂളിൽ പോകാനുള്ള സമയമായി, അതല്ലെങ്കിൽ നിനക്ക് ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമായി, സമയം എപ്പോഴും ഓർമ്മ വയ്ക്കണം, അതിനനുസരിച്ച് നീ പെട്ടെന്ന് ചെയ്യാം എന്ന് പറഞ്ഞ്, അതായത് അവനെ ഹറി ചെയ്യരുത്, ഫാസ്റ്റ് എന്ന് പറഞ്ഞ് ചെയ്യരുത്. കാരണം അവൻ്റെ ഉള്ളിൽ റെസ്റ്റ്ലെസ്നെസ് രൂപപ്പെടും. അവന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയാണ്, അതിനനുസരിച്ച് അവൻ്റെ ടാസ്ക് അവൻ തന്നെ വേഗം കംപ്ലീറ്റ് ചെയ്യുവാൻ അവനെ പ്രേരിപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത്. അതിന് നമ്മളെപ്പോഴും കൂടെ നിൽക്കുകയും ചെയ്യും. കുട്ടികളുടെ മുമ്പിൽ അല്ലെങ്കിൽ കുട്ടികളോട് സംസാരിക്കുമ്പോൾ, കുട്ടികളോട് ഭക്ഷണ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അതായത് പാരൻസ് ഡയറ്റിങ്ങിലാണ് എന്ന് പറയരുത്. ഞാൻ വെയിറ്റ് കുറയ്ക്കുവാൻ ശ്രമിക്കുകയാണ് എന്ന് പറയരുത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെയിങ് മെഷീനിൽ കയറി നിൽക്കുന്നത്, ഭാരം നോക്കാനുള്ള മെഷീനിൽ കയറി നിൽക്കുന്നത് ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് കാണാൻ ഇടവരരുത്. ഇത് അവരുടെ മനസ്സിൽ ഈ ശരീരഭാരത്തെക്കുറിച്ചും ഈ ഡയറ്റിനെ കുറിച്ചുമുള്ള തെറ്റായ ഒരു ധാരണ ഉണ്ടാക്കുവാൻ സഹായിക്കുന്നു. അത് അവരുടെ ശരീരത്തിനെ കുറിച്ചിട്ടുള്ള അവരുടെ ചിന്തകളെ തന്നെ മോശമായി ബാധിക്കുവാൻ സാധ്യതയുണ്ട്. കുട്ടികൾ പുതിയ കളിപ്പാട്ടങ്ങളോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഗാഡ്ജറ്റ്സോ ചോദിക്കുമ്പോൾ ഉടനെ നമ്മൾ ആദ്യം പറ്റില്ല എന്ന് പറയുന്നു, പിന്നെ പറയും അതൊന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുകയില്ല, നമ്മുടെ കയ്യിൽ അത്ര പൈസയൊന്നുമില്ല എന്ന് പറയുന്ന ഒരു രീതി നമ്മൾ എല്ലാ വീട്ടിലും കാണാറുണ്ട്. അങ്ങനെ പറയരുത്. കാരണം ഫിനാൻഷ്യലി സാമ്പത്തികമായി നമ്മൾ വളരെയധികം മോശമായ അവസ്ഥയിലാണെന്നും അതിന് തക്കവണ്ണം നമ്മൾ വളർന്നിട്ടില്ല എന്നുമുള്ള മോശമായ ധാരണ ആ കുട്ടികളുടെ മനസ്സിലുണ്ടാവുകയും അത് അവരിൽ അപകർഷതാബോധം സൃഷ്ടിക്കുകയും ചെയ്യും. അതിന് പകരം നമ്മൾ പറയേണ്ടത്, അതിപ്പോൾ വാങ്ങിക്കുന്നതിന് പകരം വേറെ ഏതോ ഒരു കാര്യത്തിന് ഞാൻ സേവിങ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് സേവിങ്സിന് പ്രാധാന്യം കൊടുത്ത്, സാമ്പത്തികമുണ്ട് പക്ഷേ സാമ്പത്തികം മറ്റൊരു വഴിയിൽ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഈ പർട്ടിക്കുലർ ഐറ്റം നിങ്ങൾക്ക് വാങ്ങിച്ചു തരുവാൻ സാധ്യമല്ല എന്ന് പറയുവാൻ നമ്മൾ കുട്ടികളോട് ശ്രദ്ധിക്കണം. പൊതുവെ പറയാറുള്ളൊരു കാര്യമാണ്, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയോട്, അപരിചിതരായ ഒരു വ്യക്തിയോട് സംസാരിക്കരുത് എന്ന് പറയുന്നത്. സംസാരിക്കരുത്, അവരോട് കൂട്ടുകൂടരുത്, അവരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങിക്കരുത് എന്ന് നമ്മൾ നിർബന്ധപൂർവ്വം പറയുമ്പോൾ, വീണ്ടും പറയുമ്പോൾ, നമുക്കറിയാം അപരിചിതർ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. പോലീസുകാരോട് സംസാരിക്കില്ല, ഫയർ ഫൈറ്റേഴ്സിനോട് സംസാരിക്കില്ല, അത്യാവശ്യത്തിന് ഒരു വീട്ടിൽ നിന്നും ആരെങ്കിലും അയച്ചാൽ പോലും ആ കുട്ടികൾ സംസാരിക്കുകയില്ല. അങ്ങനെയുള്ളൊരു പ്രശ്നം വരും. ഇവർക്ക് കാണാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത വ്യക്തികളെ കാണുമ്പോൾ തന്നെ മനസ്സിനകത്തൊരു പേടി, ഭയം ഒക്കെ വരാൻ തുടങ്ങും. പക്ഷേ കുട്ടികൾ മറ്റുള്ളവരുമായി ഇടപഴകുന്നത് നല്ലതാണ്. അപ്പം അങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത്, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ, അതായത് പുറത്തു നിന്നും ഒരാൾ വന്ന്, നീ ഇതുവരെ കാണാത്തൊരു വ്യക്തി വന്ന് നിന്നോട് കൂട്ടുകൂടാൻ ശ്രമിക്കുകയും നിനക്ക് ചോക്ലേറ്റ് തരികയും വണ്ടിയിൽ കയറാൻ പറയുകയും എല്ലാം ചെയ്താൽ നീ എന്ത് ചെയ്യും? സ്പെസിഫിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ കൊടുത്ത് ആ സിറ്റുവേഷന് ആ കുട്ടിയെ കൊണ്ട് ഉത്തരം പറയിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടിക്ക് കൃത്യമായി സാഹചര്യം മനസ്സിലാവുന്നു. അപരിചിതരല്ല പേടിക്കേണ്ടത്, അപരിചിതത്തിൽ തെറ്റായ പ്രവണതയോടുകൂടി വരുന്നവരെയാണ് പേടിക്കേണ്ടത് എന്നുള്ള കൃത്യമായ തത്വം ആ കുട്ടിക്ക് മനസ്സിലാവുകയും ചെയ്യും. കുട്ടികൾ കളിപ്പാട്ടം അല്ലെങ്കിൽ ഈ പാർക്കിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള പല കാര്യങ്ങളിലും ഊഞ്ഞാലാടലും അതല്ലെങ്കിൽ ഈ മങ്കി ക്ലൈംബിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നോക്കൂ വീഴരുത് പിടിച്ചോ എന്ന് പറഞ്ഞ് ആ കുട്ടികൾ പിന്നാലെ നടന്ന് ഓരോ പ്രാവശ്യം വീഴുമ്പോഴും വീണ്ടും അടുത്ത് പോയി താങ്ങി എല്ലാം ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടും. അതിന് പകരം കുട്ടികളെ അവരുടെ രീതിയിൽ കളിക്കാൻ അനുവദിക്കുക. കുട്ടികളെ അവരുടെ രീതിയിൽ കളിക്കാൻ അനുവദിക്കുക. പക്ഷേ അവരുടെ പരമാവധി തൊട്ടടുത്ത് അനങ്ങാതെ നിൽക്കുവാൻ ശ്രമിക്കുക. ഇൻ കേസ് അവർ വീഴുകയാണെങ്കിൽ പിടിക്കാൻ നമ്മളോട് ഉണ്ടാവണം. പക്ഷെ ഒരു കാരണവശാലും അങ്ങനെ പോകരുത്, അത് ചെയ്യരുത്, നീ വീഴും, സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. അത് അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തും. നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിനക്ക് ഞാൻ സ്വീറ്റ് തരില്ല, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ചോക്ലേറ്റ് തരില്ല, നീ പഠിച്ചില്ലെങ്കിൽ നിനക്ക് ഞാൻ ചോക്ലേറ്റ് തരില്ല,
പായസം തരില്ല, എന്നെ പുറത്തേക്ക് കൊണ്ടുപോകില്ല എന്നുള്ള തരത്തിലുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. അത് വീണ്ടും അവർക്ക് നമ്മളോടുള്ള അകൽച്ച കൂട്ടുകയാണ് ചെയ്യുക. അതിന് പകരം നമ്മൾ പറയേണ്ടത് വളരെ സിമ്പിളായി, ഈ ഒരു കാര്യം ചെയ്താൽ ആ കാര്യം ചെയ്യാം. അത് നിനക്ക് ഈ സ്വീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറയുക. പുറത്തേക്ക് പോകണം, കളിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ കളിക്കാൻ അതിനു മുമ്പ് കഴിച്ചിട്ട് പോകൂ എന്ന് പറയണം. ദേഷ്യപ്പെട്ട് പറയുന്നത് ഒഴിവാക്കിയിട്ട് അതിന് പകരം സംയമനത്തോടു കൂടി ഇതിനോട് കൂടി അത്, ഇതില്ലെങ്കിൽ അതില്ല എന്നല്ല, ഇതിനോട് കൂടി അത് എന്നുള്ള രീതിയിൽ ആ കുട്ടികളെ സംസാരിപ്പിച്ച് ശീലിപ്പിക്കുക. കുട്ടികൾ കളിക്കുമ്പോൾ, അതായത് നമ്മുടെ ഈ ബ്ലോക്സ് ഒക്കെ വെച്ച് കളിക്കുമ്പോഴും മറ്റ് കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കുമ്പോഴും അവരേതെങ്കിലും ഒരു കൺസെപ്റ്റ് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു ഷേപ്പ് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉടനെ അതങ്ങനെയല്ല ചെയ്യേണ്ടത്, ഞാൻ ചെയ്ത് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അങ്ങനെ സഹായിക്കുന്നൊരു പ്രവണത നമുക്കുണ്ട്. അത് ശരിക്കും ആ കുട്ടികളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു, സമ്മതിച്ചു, അവർക്ക് അതിൽ നിന്നും ഗുണഗണങ്ങൾ ഉണ്ടാവാം, സമ്മതിച്ചു. പക്ഷെ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആ കുട്ടികൾക്ക് വഴി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ആ വലിയ ബ്ലോക്ക് വെച്ചാൽ എങ്ങനെയിരിക്കും, ആ ചെറിയ ബ്ലോക്ക് വെച്ചാൽ എങ്ങനെയിരിക്കും, ആ പച്ച കളറുള്ള ബ്ലോക്ക് വെച്ചാൽ എങ്ങനെയിരിക്കും എന്ന് ആ കുട്ടികളെ ഗൈഡ് ചെയ്ത് അവൻ ഉദ്ദേശിക്കുന്ന ടാസ്കിലേക്ക് അവനെ കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു രീതിയായിരിക്കും കുറച്ചുകൂടി ഫലപ്രദം. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ ടിപ്സ് എല്ലാം സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്, സൈക്കോളജിക്കലി പ്രൂവൺ ആണ്. കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഇത്തരം കാര്യങ്ങൾ അത്യാവശ്യമാണ്. ഇതിൻ്റെ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കളിക്കുന്ന കുട്ടികൾ, ചിരിക്കുന്ന കുട്ടികൾ, ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള 2 ഘടകങ്ങളാണ് കളിയും ചിരിയും. കുട്ടികൾ നല്ലപോലെ കളിക്കട്ടെ, കുട്ടികൾ നല്ലപോലെ ചിരിക്കട്ടെ. ഇത് രണ്ടും കൂടി ഉണ്ടായാൽ ഈ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് 100% പെർഫെക്റ്റ് ആയിട്ട് നടക്കും എന്നർത്ഥം.